ക്രിസ്തുവേശുവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വൻസ്ഡ് മീഡിയയിലൂടെ നിങ്ങളുമായി സംസാരിക്കുവാൻ കഴിയുന്നത് എൻ്റെ വലിയ അവസരമായി ഞാൻ കണക്കാക്കുന്നു. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലനായ പൗലോസ് എഴുതിയ റോമർക്കെഴുതിയ 8-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഞാൻ വായിക്കുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി കടന്നു വന്നത്? എന്തുകൊണ്ടാണ് ഈ സാഹചര്യങ്ങൾ എന്നെ അസ്വസ്ഥമാക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ബന്ധങ്ങൾ എന്നെ ക്ഷീണിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഈ സമയത്ത് കടന്നു വന്നത്? കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ അകപ്പെടുവാൻ ഇടയായി? പ്രശ്നസങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യം ഉടലെടുക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ നമ്മൾ നിർബന്ധിതരായി പോകുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? എങ്ങനെ ഞാൻ ഇതിൽ അകപ്പെട്ടു? എങ്ങനെ ഇതിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ സാധിക്കും? ഇതം പ്രഥമമായി നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റേതായിട്ടുള്ള നിർദ്ദേശം, ദൈവത്തിൻ്റെ നിർണയം അഥവാ ഉദ്ദേശം എന്താണ് എൻ്റെ നിലവിലുള്ള സാഹചര്യത്തിൽ എന്ന് ചിന്തിക്കുവാൻ നമ്മൾ ആ സമയങ്ങളിൽ ശ്രമിക്കാറുണ്ടോ? പ്രിയരെ, ഇന്ന് നമ്മൾ നമ്മുടെ ലോകത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയും സാങ്കേതിക വിദ്യയും നമ്മളെ പരസ്പരം വളരെയധികം ബന്ധിപ്പിച്ചിട്ടുണ്ട്. ലോകം വിരൽത്തുമ്പിൽ തന്നെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുമെങ്കിൽ പോലും തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് അറിയുവാനുള്ള ഒരു ആഗ്രഹം നമ്മിൽ അത് അവശേഷിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഹൃദയങ്ങളെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് വ്യക്തിബന്ധങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുവാൻ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം നമ്മിൽ നിർബന്ധിതമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിർബന്ധിതരാക്കിയിട്ടുണ്ട്. നാം ബന്ധിതരാണ് സോഷ്യൽ മീഡിയയിലൂടെ, പക്ഷേ നമ്മുടെ ഇടങ്ങളിൽ ബന്ധങ്ങളില്ല. നമുക്ക് കൂട്ടുകൂടുവാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, പക്ഷേ നമുക്ക് കൂട്ടായ്മയില്ല. മുമ്പ് അയൽക്കാരുമായി നമ്മൾ നിരന്തരം സംസാരിക്കുമായിരുന്നു. അടുത്ത വീട്ടുകാരൻ്റെ പേര് പോലും അറിയാത്ത ഒരു സാഹചര്യം ഇന്ന് ഉണ്ടായിരിക്കുന്നു. മുമ്പ് ആളുകൾ സന്തോഷവും വേദനയും പരസ്പരം പങ്കിട്ടിരുന്നു. എന്നാൽ ഇന്ന് എല്ലാവരും തങ്ങൾക്ക് വേണ്ടി തങ്ങൾ തന്നെ നിർമ്മിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ലോകത്തിൻ്റെ വാതിൽ, അത് മറ്റാർക്കും തുറക്കുവാൻ കഴിയാത്ത ഒരു നിലയിലാക്കി സ്വയം അതിൽ ചടഞ്ഞു കൂടിയിരിക്കുന്നു. സഹായിക്കാനുള്ള മനസ്സ് നമ്മിൽ നിന്ന് അന്യമായിരിക്കുന്നു. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള താല്പര്യം നമ്മിൽ കുറഞ്ഞു വന്നിരിക്കുന്നു. മറ്റുള്ളവരെ സേവിക്കുവാനുള്ള മനോഭാവം നമ്മിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. വേദനാജനകമായ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരസ്പരം ബന്ധിതരാകുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ പരസ്പരമുള്ള ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ദർശനം, ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം, ദൈവത്തിൻ്റെ അരുളപ്പാട് എന്താണെന്ന് ചിന്തിക്കുവാൻ നമ്മൾ ഈ സമയങ്ങളിൽ ശ്രദ്ധിക്കാറുണ്ടോ? റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് അറിയുന്നു. ഈ വചനത്തിൽ ഒരു പ്രധാന പ്രമേയമുണ്ട്: ദൈവത്തിൻ്റെ നിർണയം, ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ പദ്ധതി.
എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ? ഈ പ്രശ്നമുഖരിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ബന്ധിതരായി തുടരാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയെപ്പോലും അറിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ, നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൽ എന്തിനാണ് ഈ സാഹചര്യങ്ങൾ വന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, എന്താണ് ദൈവിക ഉദ്ദേശങ്ങൾ, ദൈവികമായിട്ടുള്ള പദ്ധതി എന്താണ്? ഒരിക്കലും ദൈവത്തിൻ്റെ ഉദ്ദേശം, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതം എളുപ്പമുള്ളതാക്കി തീർക്കുക എന്നുള്ളതല്ല, കുറുക്കു വഴികളിലൂടെ നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. മറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ ക്രിസ്തു തുല്യമായ ഒരു സ്വഭാവത്തിലേക്ക് വന്ന് എത്തുക എന്നുള്ളതാണ്. ക്രിസ്തു തുല്യമായ ഒരു സ്വഭാവം നമ്മിൽ കെട്ടിപ്പടുക്കുക, നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. ദൈവത്തിൻ്റെ വലിയ പദ്ധതി അതാണ്. നാം ദൈവ സ്വരൂപത്തിലേക്ക്, ദൈവ രീതിയിലേക്ക്, ദൈവത്തിൻ്റെ ചിന്തയിലേക്ക് നമ്മൾ ആയിത്തീരുക. വളരെ താല്പര്യജനകമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഉദ്ദേശിക്കുന്ന വഴികളിലൂടെയല്ല ദൈവം നമ്മെ ക്രിസ്തു തുല്യമായ ഒരു രൂപത്തിലേക്ക്, ഒരു ഭാവത്തിലേക്ക്, സ്വഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഏകനായി അല്ലെങ്കിൽ മറ്റാരാലും അധികം ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കണമെന്ന് കരുതുന്ന സമയത്തായിരിക്കാം നമ്മൾ പല ആളുകളുമായി ഇടപഴകേണ്ടതായിട്ടുള്ള ഒരു ജോലിയിൽ, ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിപ്പെടുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി ജീവിതം തുടരുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോഴായിരിക്കാം ഒരു സഭാ ശുശ്രൂഷകനായി നമ്മളെ മാറ്റുന്നത്. നമ്മൾ നമ്മുടെ കുടുംബത്തോടൊപ്പം ജീവിക്കുവാനുള്ള തത്രപ്പാട് നടത്തുമ്പോഴായിരിക്കാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറി മറ്റൊരു കുടുംബത്തിൻ്റെ ആശ്രയമായി മാറുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ആക്കി തീർക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രത്യേക കുടുംബവുമായുള്ള ബന്ധത്തിലേക്ക് നമ്മൾ ആയി മാറുന്നത്. ചില സമയങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതം സുഗമമായിട്ട് പോകുമ്പോഴായിരിക്കാം തകർന്ന ബന്ധമുള്ള, തകർന്ന കുടുംബ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയുമായി ഇടപഴകി ദൈവത്തിൻ്റേതായിട്ടുള്ള ഉദ്ദേശം നിറവേറ്റുവാൻ നമ്മൾ ഒരുക്കപ്പെടുന്നത്. പ്രിയരെ, നമ്മൾ എപ്പോഴെങ്കിലും ഈ സാഹചര്യങ്ങളിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ചില ബന്ധങ്ങൾ നമ്മളെ അസ്വസ്ഥരാക്കിയേക്കാം, ചില ബന്ധങ്ങൾ നമ്മിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം, ചില സാഹചര്യങ്ങൾ നമ്മളെ വളരെയധികം വിഷമവൃത്തത്തിൽ ആക്കിയേക്കാം. പക്ഷേ അവയൊന്നും യാദൃശ്ചികമല്ല, അവയൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് പുറത്തുള്ള കാര്യങ്ങളല്ല. ദൈവത്തിൻ്റെ നിർണയപ്രകാരം, ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, രൂപാന്തരം നമ്മിൽ, മാറ്റം നമ്മിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ അപ്പോൾ തിരിച്ചറിയണം. ദൈവം നമ്മളെ മാറ്റുകയാണ്, ദൈവം നമ്മുടെ സ്വഭാവത്തെ ഒരുക്കുകയാണ്, നമ്മുടെ ഹൃദയത്തെ ചിലപ്പോൾ വിശാലമാക്കുകയാണ്, നമ്മുടെ കരുണയെ അവൻ വളരെയധികം പ്രയോജനപ്പെടുത്തുകയാണ്, നമ്മുടെ ക്ഷമയെ ദൈവം ശക്തമാക്കുകയാണ്. ഇത് നിങ്ങളുടെ സഹായം ആവശ്യമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഉള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് കടന്നു വരുവാൻ സാഹചര്യം ഉണ്ടാകുമോ? ഒരുപക്ഷെ ദൈവം നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ഏതെങ്കിലും വ്യക്തികൾക്കുള്ള ഒരു മറുപടി ആയിട്ടായിരിക്കാം. നിങ്ങൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ആയിരിക്കും. ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പങ്കാളികളായി നമ്മൾ മാറുവാൻ വേണ്ടിയായിരിക്കാം ദൈവം നമ്മളെ ഈ സാഹചര്യങ്ങളിലൂടെ കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം, ദൈവത്തിൻ്റെ നിർണയപ്രകാരം, ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ
ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ ദാതാക്കൾ ആകണം. ദൈവത്തിൻ്റെ ദയയുടെ വിതരണക്കാരായി മാറണം. ദൈവത്തിൻ്റെ കൃപയുടെ പങ്കാളികളാക്കി നമ്മൾ മറ്റുള്ളവരെയും ഒരുക്കണം. പ്രിയരെ, ആരോടെങ്കിലും ഒരു നല്ല വാക്ക് നമ്മൾ പറയുമ്പോൾ നമ്മളെ ദൈവം ഒരുക്കുകയാണ്. ആരോ എങ്കിലും നമ്മൾ സഹായിക്കുവാൻ നമുക്ക് സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണെന്ന് ചിന്തിക്കുവാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കുമോ? ദൈവം നമ്മെ ഒരുക്കുന്നത് നാം വിചാരിക്കുന്നത് പോലെയല്ല. ദൈവം നമ്മെ ഒരുക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് കൂടെ ദൈവത്തിൻ്റേതായിട്ടുള്ള പദ്ധതി വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം തന്നെ അർത്ഥശൂന്യമായ കാര്യങ്ങളാണെന്ന് നമ്മൾ കരുതരുത്. നമ്മുടെ ബന്ധങ്ങൾ ചിലപ്പോൾ തകർന്നു പോകുന്നതായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ കാണുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പദ്ധതി നമ്മിലൂടെ പൂർത്തീകരിക്കാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ചില സമയങ്ങളിൽ ജീവിത പോരാട്ടവേദികളിൽ നമ്മൾ പോരാളികളായിട്ട് മാറുമ്പോൾ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മിലൂടെ നടപ്പിലാക്കാനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ പെരുകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മിലൂടെ നിറവേറ്റുവാൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് ദൈവം നമ്മിലൂടെ ദൈവത്തിൻ്റെ പദ്ധതികളെ ഉപയോഗപ്പെടുത്തുന്ന അവസരങ്ങളായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചിന്തയുടെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് നമുക്ക് സ്വയം ചിന്തിക്കുവാൻ, സ്വയം ചോദിക്കുവാൻ സാധിക്കുമോ? ദൈവമേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസരത്തിൽ എന്താണ് അങ്ങയുടെ ഉദ്ദേശം? എന്ത് മാർഗനിർദ്ദേശമാണ് ഞാൻ അവിടെ നിന്ന് സ്വീകരിക്കേണ്ടത്? അവിടുന്ന് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായി വ്യാപരിക്കുവാൻ ഒരുക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അല്പസമയം നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. പ്രിയമുള്ള സ്നേഹിത, ഒരുപക്ഷെ അവൻ നമ്മളെ മാറ്റുമ്പോൾ, അവൻ നമ്മളെ രൂപാന്തരപ്പെടുത്തുമ്പോൾ നമ്മൾ നമുക്ക് മാത്രമായിട്ട് അനുഗ്രഹം കൂട്ടിവെക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുക കൂടെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ഈ ദിവ്യമായ പദ്ധതിയിൽ പങ്കാളികളാകുവാൻ നമുക്ക് അതുവഴി സാധിക്കും. ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മിൽ തന്നെ ഒതുക്കി നിൽക്കാതെ മറ്റുള്ളവരുടെ പ്രയോജനത്തിന് കൂടി ആക്കി തീരുമാറാകട്ടെ. അങ്ങനെ ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാവരും നമ്മുടെ മാത്രം ഗുണത്തിനായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നിലനിർത്താതെ നമുക്ക് മറ്റുള്ളവരുടെ ഗുണത്തിനു കൂടിയായി ആ കാര്യങ്ങളെ ഒരുക്കിയെടുക്കാം. നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാം. നമ്മുടേതായിട്ടുള്ള പ്രവൃത്തികൾ എന്തു തന്നെയാണെങ്കിലും അത് ദൈവീക ഉദ്ദേശം നടപ്പിലാകുന്നത് ദൈവത്തിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടേണ്ടതിന് ഇടയാകട്ടെ. നിർണയപ്രകാരം വിളിച്ച ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ നടക്കുന്ന സകല കാര്യങ്ങളും ദൈവനാമ മഹത്വത്തിനായി മാറുവാൻ ഇടവരുത്തട്ടെ. നമുക്ക് നമ്മുടെ ചിന്ത ഒരു പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തിരുസന്നിധിയിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി കടന്നു വരികയാണ്. ഇന്ന് ഞങ്ങളോടുകൂടെ അങ്ങ് ചിന്തിക്കുവാൻ കടന്നു വന്നതുകൊണ്ട് നന്ദി പറയുന്നു. അങ്ങയെ ധ്യാനിക്കുമ്പോൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് ഞങ്ങൾ ചില കാര്യങ്ങൾ ലളിതമായി മനസ്സിലാക്കിയപ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും അനുഗ്രഹമായി മാറുവാൻ അവിടുന്ന് സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ആമേൻ.